ശനിയുടെ പ്രധാന ഉപഗ്രഹങ്ങളിൽ ഏറ്റവും ചെറുതും ഏറ്റവും പ്രത്യേകത നിറഞ്ഞതുമായ ഉപഗ്രഹമാണ് മൈമസ്. ശനിയുടെ ഉപഗ്രഹമായ മൈമസ് യഥാർത്ഥ സ്റ്റാർ വാഴ്സ് സിനിമയിലെ ഭയാനകമായ ഡെത്ത് സ്റ്റാറുമായി അസാധാരണമായ സാമ്യത്തിന് പേരുകേട്ടതുമാണ്. ഈയിടെ നടത്തിയ ഒരു പഠനത്തിൽ ശനിയുടെ ഈ ഉപഗ്രഹത്തിന് മഞ്ഞു മൂടിയതും ഗർത്തങ്ങളുള്ളതുമായ മറഞ്ഞിരിക്കുന്ന ഒരു സമുദ്രം പ്രതലത്തിന് താഴെയുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. മൈമസിന്റെ ഭ്രമണചലനത്തെയും ഭ്രമണപഥത്തെയും കുറിച്ച് നാസയുടെ കസ്സിനി ബഹിരാകാശ പേടകത്തിന് ലഭിച്ച വിവരങ്ങൾ 12 മുതൽ 19 മൈൽ, അതായത് 20 മുതൽ 30 കിലോമീറ്റർ കട്ടിയുള്ള ഒരു ഹിമവാളിക്ക് താഴെ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയെന്നാണ് പറയപ്പെടുന്നത്. ഈ സമുദ്രം രൂപപ്പെട്ടിട്ട് അധികം വർഷങ്ങൾ ആയിട്ടില്ലെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ശതകോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ ആദ്യത്തെ ജീവജാലങ്ങൾ ആദ്യത്തെ സമുദ്രത്തിൽ ഉടലെടുത്തത് പരിഗണിക്കുമ്പോൾ ജീവന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു സാധ്യത മൈമസിന്റെ സമുദ്രത്തിൽ ഉണ്ടായേക്കാവുന്ന ശാസ്ത്രജ്ഞർ പറയുന്നു. ഈ ഒരു കണ്ടെത്തലോടെ 250 മൈൽ വീതിയുള്ള മൈമസ് ഭൂഗർഭ സമുദ്രങ്ങളെ ഉൾക്കൊള്ളുന്ന ഉപഗ്രഹങ്ങളുടെ ഒരു ലിസ്റ്റിൽ ചേരുന്ന ഏറ്റവും പുതിയ അംഗമായി എന്നും പറയുന്നു. ശനിയുടെ ടൈറ്റനും എൻസെലാഡസും വ്യാഴത്തിന്റെ യൂറോപ്പും ഗാനിമീഡും ഇതിനകം ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു. ഈ പുതിയ അറിവ് തികച്ചും ആശ്ചര്യകരമാണ്. മൈമസിന്റെ ഘടന വെച്ച് സൗരയൂഥത്തിൽ തന്നെ മറ്റു ഗ്രഹങ്ങളെക്കാളും ഉപഗ്രഹങ്ങളെക്കാളും സബ് സർഫസ് സമുദ്ര സാധ്യത ഉണ്ടാകാൻ തീരെ സാധ്യതയില്ലാത്ത ഇടമാണ് ഇവിടം. ഫ്രാൻസിലെ ഒബ്സർവേറ്റർ ഡി പാരീസിലെ ശാസ്ത്രജ്ഞർ പറഞ്ഞത് ഇങ്ങനെയാണ്: 2004 മുതൽ 2017 വരെ നാസയുടെ കാസിനി ശനിയെയും അതിന്റെ ഉപഗ്രഹങ്ങളെയും കുറിച്ച് വർഷങ്ങളുടെ പഠനം നടത്തിയിരുന്നു. മൈമസിന്റെ മഞ്ഞുമൂടിയ പ്രതലത്തെക്കുറിച്ചുള്ള കാസിനിയുടെ നിരീക്ഷണങ്ങളിൽ അന്നൊന്നും താഴെ ഒരു സമുദ്രത്തിന്റെ രൂപഭേദം കണ്ടെത്താനായിരുന്നില്ല. ഒന്നുകിൽ ഈ ഉപഗ്രഹത്തിന്റെ ഒരു ഇന്നർ കോറിലുള്ള സമുദ്രം അതിന്റെ പുറം ഭാഗത്തെ കാമ്പിൽ നിന്ന് സ്വതന്ത്രമായി മാറാൻ സഹായിച്ചു, അല്ലെങ്കിൽ നീളമേറിയ കാമ്പിലുള്ള മഞ്ഞ് കാരണമായിരിക്കാം ഈ സമുദ്ര രൂപീകരണം എന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം. 45 മൈൽ ആഴമുള്ള ഈ സമുദ്രം മൈമസിന്റെ 15 മൈൽ കട്ടിയുള്ള മഞ്ഞുപാളികൾക്കടിയിൽ മറഞ്ഞിരിക്കുന്നുവെന്നും കടലിന്റെ അടിത്തട്ടിനോട് ചേർന്നുള്ള താപനില 10,000 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമെന്നും ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. ഉപഗ്രഹത്തിന്റെ അകംപാളിയുടെ കൂടി സാന്ദ്രത കണക്കിലെടുത്തു നോക്കുമ്പോൾ മൈമസ് വലിയ ഒരു ഹിമഗോളമാണെന്നാണ് വിദഗ്ധരുടെ അനുമാനം. 1789 വില്യം ഹേർഷലാണ് മൈമസിനെ ടെലിസ്കോപ്പിക് നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തുന്നത്. ഗർത്തങ്ങളാൽ അലങ്കൃതമാണ് മൈമസിന്റെ പ്രതലം. ഒരു ഗർത്തം 130 കിലോമീറ്ററോളം വലിപ്പമുള്ളതാണ് എന്നതാണ് മൈമസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.